മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഡ്രോയിങ് റൂമിലിരുന്ന ഹരിശങ്കർ കാറ് വരുന്ന ശബ്ദം കേട്ട് സിറ്റ് ഔട്ടിലേക്ക് വന്നു. മുൻപ് ഇങ്ങനെയൊരു കാറ് അവന് പരിചയമില്ല. നമ്പർ നോക്കിയപ്പോൾ പത്തനംതിട്ട രജിസ്ട്രേഷൻ. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു യുവതി ഇറങ്ങി. ഹരിശങ്കർ ആശ്ചര്യസ്തബ്ധനായി നിന്നുപോയി. അലീന. അവൻ ആദ്യം വിശ്വാസം വന്നില്ല. ഈ വീട്ടിൽ കുറേ നാൾ വേലയ്ക്ക് നിന്നിട്ടുള്ള പെണ്ണ്. കടപ്പാട്ടൂർ വീട്ടിൽ വെച്ച് താൻ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ബലം പ്രയോഗിച്ചും വശംവദയാക്കുവാൻ വിഫല ശ്രമം നടത്തിയ പെണ്ണ് ഇപ്പോൾ ഒരു കുബേരകുമാരിയെപ്പോലെ സ്വയം കാർ ഡ്രൈവ് ചെയ്തെത്തിയിരിക്കുന്നു. കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും അവൾ എവിടെയൊക്കെ പോയി എന്നല്ലാതെ ഹരിശങ്കറിന് അലീനയെപ്പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ലായിരുന്നു. സഹജവാസന കൊണ്ടവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരവടിവുകളിലൂടെ ഒന്നലഞ്ഞു. സ്വപ്നത്തിന് സ്വർണം പൂശിയാൽ എന്ന പോലൊരു തിളക്കവും ചാരുതയും. ഹരിശങ്കറിൻ്റെ ആശ്ചര്യം അടങ്ങുന്നതിന് മുൻപേ അലീന സിറ്റൗട്ടിലേക്ക് കയറി. അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് തടയാൻ കഴിയാത്തൊരു പ്രസന്ന വ്യക്തിത്വം അവൻ്റെ നേർക്ക് വന്ന് അവൻ്റെ ഉള്ളിലെ അഹന്തയെ നിഷ്ഫലമാക്കി. അലീന ചോദിക്കുകയാണ്, അച്ഛനുണ്ടോ ഇവിടെ? ഉണ്ട്. എനിക്കൊന്ന് കാണണമായിരുന്നു. വിളിക്കണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അവൾ അകത്തേക്ക് കയറിപ്പോകുന്നത് അവൻ വിസ്മയത്തോടെ നോക്കി നിന്നു. കമല ഇഡലി നിറച്ച കാസറോളും ചട്നി നിറച്ച ഗ്ലാസ് ബൗളും എടുത്ത് ഊണുമുറിയിലേക്ക് വരികയായിരുന്നു. ഡോർ കർട്ടൻ വകഞ്ഞു മാറ്റി ഒരു പെണ്ണകത്തേക്ക് കടന്നു വരുന്നത് കണ്ട് കമല അന്തം വിട്ടു നിന്നു. അത് അലീനയാണെന്ന് അവൾക്ക് ആദ്യം വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അലീന അവരുടെ നേർക്ക് നോക്കി ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശി ഒന്ന് കണ്ടോട്ടെ? കമലയ്ക്ക് എന്തു പറയണമെന്നൊരു രൂപവും കിട്ടിയില്ല. രാവിലെ 8 മണിയാകും മുമ്പ് എവിടെ നിന്നാണ് ഇവൾ പെട്ടെന്ന് പൊട്ടി വീണിരിക്കുന്നത്? അനുവാദത്തിന് കാത്തു നിൽക്കാതെ അലീന സൗദാമിനി അമ്മയെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് നീങ്ങി. ഹരിശങ്കർ ഊണുമുറിയിലേക്ക് കയറി വന്നു. അവൻ പകച്ചു നിൽക്കുന്ന അമ്മയെ ഒന്ന് നോക്കി. എന്നിട്ട് അവൻ പറയുകയാണ്, അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ആരുണ്ട് കൂടെ? ഒറ്റയ്ക്കാണോ വന്നത്? അമ്മ ഇങ്ങ് വന്നേ. ഹരിശങ്കർ കമലയെ സിറ്റൗട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവൻ തൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ആ കിടക്കുന്ന കാറ് അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നതാണ്. മുറ്റത്ത് ഒരാഡംബര കാർ. കമല പിന്നെയും വിസ്മയക്കയത്തിൽ വീണു. സൗദാമിനിയമ്മ കിടക്കുകയായിരുന്നു. ഗംഗാധരമേനോൻ വന്നതിനു ശേഷം സൗദാമിനിയമ്മയ്ക്ക് കുറച്ചുകൂടി നല്ല പരിചരണം കിട്ടുന്നുണ്ടായിരുന്നു. മുറി വൃത്തിയാണ്. ജനാല തുറക്കാറില്ലാത്തതിനാൽ മുറിയിൽ എപ്പോഴും വെളിച്ചക്കുറവുണ്ടായിരുന്നു. ആരോ നടന്നു വരുന്ന മൃദുലമായ കാലത്ത്. എപ്പോഴും കിടപ്പായതിനാൽ നല്ല ഏകാഗ്രതയാണ്. ശബ്ദങ്ങളെല്ലാം അറിയാം, അവയുടെ അർത്ഥവും അറിയാം. മുറിയിലെ ലൈറ്റ് തെളിഞ്ഞപ്പോൾ സൗദാമിനിയമ്മയുടെ കണ്ണഞ്ചിപ്പോയി. വൃദ്ധ കണ്ണിനു മീതെ ഒരു കൈപ്പടം പിടിച്ചു. ആദ്യം മുറിയിലേക്ക് ഒരു പരിമണമാണ് ഒഴുകി വന്നത്. പുറകെ മുത്തശ്ശി എന്ന സ്നേഹമസൃണമായ ഒരു വിളിയൊച്ച. ചിരപരിചിതമായ സ്വരം ഹൃദയത്തിൻ്റെ തൊട്ടരികെ. കട്ടിലിനരികിൽ ആരോ വന്നിരിക്കുന്നത് മൂടൽ മഞ്ഞിൽ എന്ന പോലെ കാണാം. കൈകളിൽ മൃദുവായ സ്പർശം. കൈത്തണ്ടകൾ തലോടുന്നു. വെളിച്ചവുമായി കണ്ണുകൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. കാഴ്ച തെളിഞ്ഞു വരുന്നു. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണെന്ന് സൗദാമിനിയമ്മയ്ക്ക് അറിയില്ല. പെട്ടെന്നൊരു കരച്ചിൽ വന്നു. 2 കൺതടങ്ങളിലൂടെയും കണ്ണുനീരൊലിച്ചു. അലീന മെല്ലെ കുനിഞ്ഞ് ആ ഭാരം കുറഞ്ഞ ശരീരം താങ്ങിയെടുത്തു. 2 കൈകൊണ്ടും പൊതിഞ്ഞ് ആ മെലിഞ്ഞ ഉടൽ തൻ്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവളുടെ കൺപീലികളും അപ്പോൾ നനഞ്ഞു കുതിർന്നു. ശിവശങ്കരമേനോനോട് ഹരിശങ്കറാണ് ചെന്ന് പറഞ്ഞത് അച്ഛനെ കാണാൻ അലീന വന്നിരിക്കുന്നുവെന്ന്. ശിവശങ്കരമേനോൻ വാതുക്കൽ വന്ന് നോക്കുമ്പോൾ അമ്മയൊരു ശിശുവിനെ പോലെ അലീനയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. അലീന അമ്മയുടെ പുറത്തും ശിരസിലുമൊക്കെ തലോടുന്നുണ്ട്. അമ്മയൊരു നിർവികൽപ്പ സമാധിയിലാണെന്ന് അയാൾക്ക് തോന്നി. അലീന കടപ്പാട്ടൂർ വീട്ടിൽ വെച്ച് അമ്മയെ എങ്ങനെയാണ് പരിചരിച്ചിരുന്നതെന്ന് ശിവശങ്കരമേനോൻ അറിയാം. അവൾ അന്ന് അമ്മയ്ക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ അർത്ഥം ഇപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശിവശങ്കരമേനോൻ ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞു. കമല അപ്പോൾ പിൻപിൽ നിൽപ്പുണ്ട്. കമലയോട് അവരെ ശല്യപ്പെടുത്തരുത് എന്ന് ഒരാംഗ്യവും കാട്ടി. അയാൾ മുകളിലത്തെ മുറിയിൽ ചെന്നപ്പോൾ ഗംഗാധരമേനോൻ അക്ഷമനായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അനുജനെ കണ്ടുകൊണ്ട് അയാൾ ചോദിക്കുകയാണ്, എവിടെ? അവളെവിടെ? അമ്മയുടെ മുറിയിലാ. കടപ്പാട്ടൂർ വെച്ച് തന്നെ അവർ തമ്മിൽ വലിയ ഇഷ്ടമായിരുന്നു. അവൾക്കറിയായിരുന്നല്ലോ മുത്തശ്ശിയാണെന്ന്. അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒന്നും ചോദിച്ചില്ല ഗംഗേട്ടാ. ഞാൻ പോയി നോക്കുമ്പോൾ അമ്മ അവളുടെ തോളത്ത് കിടക്കുകയാ, മയങ്ങിയതുപോലെ. ആ, നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം, എൻ്റെ റൂമിലേക്ക്. കമലയെയോ മക്കളെയോ ഇങ്ങോട്ട് അടുപ്പിക്കാനും പാടില്ല. ശിവശങ്കരമേനോൻ ബാൽക്കണിയിലും റൂമിലും അസ്വസ്ഥനായി നടക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ശിവശങ്കരമേനോൻ മുൻപിലും അലീന പിന്നിലുമായി കോണിപ്പടി കയറി വന്നു. ജനാലയ്ക്കടുത്തു നിന്ന ഗംഗാധരമേനോൻ മുഖം തിരിച്ചു നോക്കി. മുറിക്കകത്ത് കയറിയ ശേഷം ഗംഗാധരമേനോൻ വാതിൽ ചേർത്തടച്ചു. തുടർന്ന് അയാൾ അലീനയെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അയാളുടെ മനസ്സിലൂടെ ചില കാഴ്ചകളും ഓർമ്മകളും ഒക്കെ ചിന്നിച്ചിതറിപ്പോയിക്കൊണ്ടേയിരുന്നു. വൈജയന്തിയുടെ മകൾ. സഞ്ജയ് പ്ലേസിലെ വാടക വീട്ടിൽ വെച്ച് വൈജയന്തിയെ കണ്ടുപിടിക്കുമ്പോൾ അവളുടെ വീർത്തുന്തിയ വയർ സൃഷ്ടിച്ച നടുക്കത്തിനും വെറുപ്പിനും അതിരില്ലായിരുന്നു. എങ്ങനെ അതില്ലാതാക്കാം എന്ന് രാവണിയമ്മാവൻ്റെ കൂടെ എത്രയോ ദിവസം തലപുകച്ചിട്ടുണ്ട്. അന്ന് അവളുടെ വയറ്റിൽ കിടന്ന കുട്ടിയാണിത്.
പിന്നീട് നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് വൈജയന്തി പ്രസവിച്ചപ്പോൾ അതേപ്പറ്റി രാവണ്യമ്മാവൻ പറഞ്ഞതും ഓർമ്മയിലുണ്ട്. ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മാസം തികയാതെയല്ലേ. ഏതോ അനാഥാലയത്തിൻ്റെ തിണ്ണയിൽ കിടത്തിയിട്ട് പോന്നു എന്നായിരുന്നു രാവണ്യമ്മാവൻ പറഞ്ഞ അറിവ്. പിന്നീട് മരിച്ചുപോയി എന്നും പറഞ്ഞിരുന്നു. ആ കുട്ടിയാണ് 24 വർഷങ്ങൾക്ക് ശേഷം നിറകതിർ പോലെ മുൻപിൽ വന്നു നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം കടപ്പാട്ടൂർ വന്നപ്പോൾ അലീനയെ കണ്ട ഓർമ്മയും ഗംഗാധരമേനോൻ്റെ മനസ്സിലെത്തി. അവിടുന്നും അവൾ ഒരുപാട് വളർന്നിരിക്കുന്നു. അതിശയകരമായ മാറ്റം. മുഖം കണ്ടാലറിയാം അവളുടെ ഉൾക്കരുത്ത്. അല്ലെങ്കിൽ പേടിയൊന്നുമില്ലാതെ കൈതക്കൽ തറവാട്ടിലേക്ക്, എല്ലാം അറിയുന്ന തങ്ങളുടെ മുൻപിലേക്ക് അവൾ തനിയെ വരുമോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് സമാധാനമായി. അവിടെ കലാപങ്ങളില്ല, അസ്വസ്ഥതകളില്ല, അപാരമായൊരു പ്രശാന്തത മാത്രം. ഗംഗാധരമേനോൻ കസേര ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ്, നീ ഇരിക്ക്, ഒരത്യാവശ്യ കാര്യം പറയാൻ വന്നതാ, ഞാൻ പെട്ടെന്ന് പോയിക്കൊള്ളാം. അവളുടെ ശബ്ദത്തിലെ വിനയവും ആദരവും ഗംഗാധരമേനോനെ ലജ്ജിപ്പിച്ചു. ഇവൾക്ക് വേണമെങ്കിൽ തൻ്റെ നേർക്ക് കൈ ചൂണ്ടി ആക്രോശിച്ചു പറയാം, നിങ്ങളുടെ സഹോദരിയുടെ മകളാണ് ഞാനെന്ന്. 24 വർഷം മുൻപ് അനാഥാലയത്തിന് എറിഞ്ഞുകൊടുത്തവൾ. മരിച്ചിട്ടില്ല ഞാൻ. എല്ലാറ്റിനും കണക്ക് ചോദിക്കുവാൻ വേണ്ടി ഈശ്വരൻ ബാക്കി വെച്ചതാണെന്നെ. അതിനുവേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നതും. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം ആശ്വാസദായകമായ സൗമ്യ സ്വരമാണ്. അവൾ പറയുകയാണ്, പപ്പയും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനുമായി സംസാരിച്ചു. കോടതിയിലൊന്നും പറയില്ലെന്ന് അച്ഛനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. അലീന ഗംഗാധരമേനോനെയും ശിവശങ്കരമേനോനെയും മാറി മാറി നോക്കി. അച്ഛൻ പക്ഷേ ഒരു വ്യവസ്ഥ പറഞ്ഞു. ഇവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടണം. അച്ഛന് പറയാനുള്ളത് ഇവിടെ വെച്ച് പറയുമെന്ന്. അതിന് സമ്മതമാണെങ്കിൽ അറിയിക്കണമെന്നാണ് പറഞ്ഞത്. ജ്യേഷ്ഠനും അനുജനും കൂടി കണ്ണിൽ കണ്ണി നോക്കി. സംഗതി തരക്കേടില്ല എന്നൊരു ഭാവമുണ്ടായിരുന്നു ആ മുഖത്ത്. എല്ലാവരും എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? ഗംഗാധരമേനോൻ ചോദിക്കുകയാണ്. അത് ബന്ധുക്കളും സ്വന്തക്കാരും മാത്രം. ആരെയൊക്കെ വേണമെന്ന് അച്ഛൻ പറയും. അവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവരും മാത്രം പോരെ? അച്ഛൻ അങ്ങനെയാ പറഞ്ഞത്. ഇത് തന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാ. ഗംഗാധരമേനോൻ ആലോചനയോടെ തലയാട്ടിക്കൊണ്ട് 2-3 ചാൽ നടന്നു. അപ്പോൾ അലീന വീണ്ടും പറയുകയാണ്, അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അറിയാത്തവരാരും അച്ഛൻ പറഞ്ഞല്ലാതെ അറിയരുതെന്ന്. വ്യവസ്ഥ പാലിച്ചില്ലെന്ന് തോന്നിയാൽ അച്ഛൻ കോടതിയിൽ വെച്ച് കാണുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഗംഗാധരമേനോൻ അതൃപ്തിയോടെ പറയുകയാണ്, അയാൾക്കെല്ലാവരെയും ഞെട്ടിക്കണം. അതല്ലേ മുഖ്യ അജണ്ട. അപ്പോൾ അലീന വീണ്ടും ശാന്തമായിട്ട് ചോദിക്കുകയാണ്, ആരോടും പറയാതെ 1 വർഷം മുഴുവൻ മനസ്സിനകത്ത് വെച്ച് സഹിച്ചയാളല്ലേ അച്ഛനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അത് പറയാൻ അവകാശം? ഈ പറയുന്നത് ആരാണെന്നും ആരോടാണെന്നും ഓർക്കണ്ടേ? ഭാര്യ, മക്കൾ, ബന്ധുക്കൾ. ഒരു ഡെഡ് ലൈൻ വരച്ചാൽ അതിനപ്പുറത്ത് എന്താണെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടോ? അലീന മിണ്ടിയില്ല. അതിന് മറുപടി പറയേണ്ടത് താനല്ലെന്ന് അവൾക്കറിയാം. എന്നിട്ട് വീണ്ടും ഗംഗാധരമേനോൻ ശിവശങ്കരന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, എങ്ങനാ ശിവ, നീ പറ. ശിവശങ്കരമേനോനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആനുകൂല്യമായിരുന്നു. കോടതിയിൽ വെച്ച് വിഴുപ്പലക്കി നാട്ടുകാരെ അറിയിക്കുന്നത് ഒഴിവാക്കാം. തലയിൽ മുണ്ടിടാതെ നടക്കാം. സ്വന്തക്കാരുടെ ചർച്ചകൾക്കുള്ളിൽ വിഷയം ഒതുങ്ങിത്തീരും. സമ്മതമാണെന്ന് പറയാം അല്ലേ? അയാൾ അഭിപ്രായപ്പെട്ടു. ആ, ഗംഗാധരമേനോനും സമ്മതം മൂളി. അപ്പോൾ അനുവാദം പോലെ അലീന ചോദിക്കുകയാണ്, ഇനി ഞാൻ പൊയ്ക്കോട്ടെ? നീ ഇന്ന് തിരിച്ചു പോകുമോ? പോകും. അതിനു മുൻപ് അച്ഛനോട് സംസാരിച്ച് ഡേറ്റ് വിളിച്ചു പറയാം. അലീന മുറി വിട്ടിറങ്ങി. അവൾ കോണിപ്പടി ഇറങ്ങിപ്പോകുന്ന കാലൊച്ച മൃദുവായി കേൾക്കാമായിരുന്നു. മുറി ശൂന്യമായി പോയതുപോലെ ഗംഗാധരന് തോന്നി. അയാൾ പറയുകയാണ്, എന്തൊരു കഷ്ടമാണ്. ഈ വീട്ടിലെ കുട്ടിയല്ലേ അവൾ? എന്തൊരവസ്ഥയാ. അത് സംബന്ധമായ എല്ലാ ധർമ്മസങ്കടങ്ങളും നിസ്സഹായതയും പശ്ചാത്താപവും ആ ചുരുങ്ങിയ വാക്കുകളിൽ അടങ്ങിയിരുന്നു. ശിവ, അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, നീ പെട്ടെന്ന് ചെല്ലു താഴേക്ക്. ശിവശങ്കരമേനോൻ താഴെയെത്തി. അലീന എവിടെ? അയാൾ കമലയോട് തിരക്കുകയാണ്. എന്താ പ്രശ്നം? അവളെ എന്തിനാ മുകളിലേക്ക് വിളിച്ചോണ്ട് പോയത്? വാതിലടച്ചു വെച്ച് അവിടെ എന്തായിരുന്നു ഗൂഢാലോചന? അത് ഗംഗേട്ടൻ അവളെ കാണണമായിരുന്നു, അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതാ. അവളിപ്പോൾ എവിടാ? ആരുടെ ആ കാറ്? അവളിപ്പം ആരാണ്? കമലയുടെ സംശയങ്ങൾക്ക് അന്തമില്ല. അപ്പോൾ ശിവശങ്കരമേനോൻ പറയുകയാണ്, ബാലചന്ദ്രനുമായിട്ട് എന്തു ബന്ധമാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്. അയാളുടെ മോളാണെന്നാണല്ലോ അടക്കം പറച്ചിൽ. എന്നിട്ട് സത്യമാണോ? ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ച്. അപ്പോൾ എല്ലാത്തിനും തീരുമാനമാകും. അലീന എവിടെ? അമ്മയുടെ മുറിയിലേക്ക് പോയി. നീ അവൾക്ക് ചായ കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. ശിവേട്ടാ, ഇവിടെ അടുക്കള വേലയ്ക്ക് നിന്നിട്ടുള്ള പെണ്ണല്ലേ അവള്? അതൊക്കെ അന്ന്. ഇത്രയും പറഞ്ഞിട്ട് ശിവശങ്കരമേനോൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. മുത്തശ്ശിയോട് യാത്ര പറയുകയായിരുന്നു അലീന. അവൾ അവരുടെ നരച്ച തലമുടിയിലും കവിളുകളിലും തലോടി. തുടർന്ന് പറയുകയാണ്, ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി. ഞാൻ ഇനിയും വരുന്നത് മുത്തശ്ശി എൻ്റെ കൂടെ കൊണ്ടുപോകാനാ. എൻ്റെ കൂടെ പോരാൻ റെഡിയായിരിക്കണേ. സൗദാമിനി അമ്മയ്ക്ക് അതിൽ വലിയ ആശ്വാസം തോന്നിയില്ലെന്ന് അവരുടെ മുഖഭാവം വ്യക്തമാക്കി. ഇനി വരുമ്പം ഞാനുണ്ടാവില്ല. ആര് പറഞ്ഞു? എൻ്റെ കൂടെ പോരാൻ മുത്തശ്ശിക്ക് മനസ്സുണ്ടോ? ഉണ്ടെന്ന് അവർ തലയാട്ടി. ഒപ്പം കൈമലർത്തി കാട്ടുകയും ചെയ്തു.
എന്നിട്ട് പറയുക, എൻ്റെ മക്കളാരും വിടില്ല. ആര് പറഞ്ഞു വിടില്ല എന്ന്? ഞാൻ വന്നവരോട് ചോദിക്കും, എൻ്റെ മുത്തശ്ശിയെ എനിക്ക് വിട്ടു തന്നേക്കുമോ എന്ന്. അവരെല്ലാവരും സമ്മതിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും. എന്നെ വിശ്വാസമില്ലേ? സൗദാമിനി അമ്മയ്ക്ക് അവളെ വിശ്വാസമാണ്. അവൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരിക്കും. പക്ഷേ എങ്ങനെയെന്ന് മാത്രം അറിയില്ല. അലീന മുത്തശ്ശിയുടെ നെറ്റിയിൽ കൈത്തലം വെച്ച് പ്രാർത്ഥിച്ചു. മുൻപ് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളതുപോലെ ചൂടുള്ള ഒരു വൈദ്യുതി പ്രവാഹം തൻ്റെ നെറ്റിയിൽ മുത്തശ്ശിക്ക് അനുഭവപ്പെട്ടു. അലീന കുനിഞ്ഞ് സൗദാമിനി അമ്മയുടെ മൂർധാവിൽ ചുംബിച്ചു. അവൾ കട്ടിൽ നിന്നും എഴുന്നേറ്റപ്പോൾ ശിവശങ്കരമേനോൻ വാതിക്കൽ നിൽക്കുന്നത് കണ്ടു. അവൾ ഒന്നും മിണ്ടാതെ ഇടനാഴിയിലിറങ്ങി നടന്നു. ഊണുമുറിയിലെത്തിയപ്പോൾ ശിവശങ്കരമേനോൻ അവളോട് പറയുകയാണ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോ, നേരെ ഇത്രയായില്ലേ. കമലേ, ചായ. ഒന്നും വേണ്ട, എന്നെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പൊയ്ക്കോട്ടെ. അലീന പുറത്തേക്ക് നടന്നു. ഹരിശങ്കർ സിറ്റൗട്ടിലുണ്ടായിരുന്നു. ശിവശങ്കരമേനോൻ സിറ്റൗട്ട് വരെ അവളെ അനുഗമിച്ചു. അലീന ചെന്ന് കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് മുറ്റത്തിട്ട് വളച്ചെടുത്ത് സിറ്റൗട്ടിൽ നിൽക്കുന്നവരെ ഒന്നുകൂടി നോക്കി പുഞ്ചിരിച്ചിട്ട് അവൾ കാർ ഓടിച്ചുപോയി. തുടർന്ന് കാണുന്നത് ബാലചന്ദ്രമേനോനും അലീനയും ഒരുമിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ബാലചന്ദ്രമേനോൻ കലണ്ടറിലേക്ക് നോക്കി അല്പനേരം മൗനമായിരുന്നു. അലീന അപ്പോൾ മനസ്സിൽ പറയുകയാണ്, അച്ഛൻ തീയതി നോക്കുകയല്ല, ആലോചിക്കുകയാണ്. അവൾ വിളിച്ചു, അച്ഛാ. ബാലചന്ദ്രമേനോൻ കലണ്ടറിൽ നിന്ന് കണ്ണെടുത്തു. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം, ഇന്നലെ വന്നതാ. ആ, ഞാൻ ഡേറ്റ് പറഞ്ഞില്ല അല്ലേ? ബാലചന്ദ്രമേനോൻ വെറുതെ വാച്ചിലേക്ക് നോക്കി. അടുത്ത ഞായറാഴ്ച ആയിക്കോട്ടെ, എന്താ? മംഗളകാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുത് എന്നല്ലേ? അയ്യോ, ഇത്ര പെട്ടെന്നോ? ഒന്ന് ഒരുങ്ങാനുള്ള സമയം പോലും ഇല്ലല്ലോ. ആർക്കൊരുങ്ങാൻ? ഒരുങ്ങേണ്ടവൻ ഞാനല്ലേ? ഞാനായിരിക്കുമല്ലോ ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനും ഉദ്ഘാടകനും പ്രാസംഗികനുമെല്ലാം. മറ്റുള്ളവർ വെറും കാഴ്ചക്കാരും കേൾവിക്കാരും മാത്രം. യോഗസ്ഥലത്ത് വെറുതെ അവർക്ക് വന്നിരുന്നാൽ പോരെ? അച്ഛാ, ഞങ്ങൾക്ക് മാനസികമായി ഒന്ന് തയ്യാറെടുക്കണ്ടേ? ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക്, ബബിതയ്ക്ക്, രോഹിത്തിന്, പിന്നെ കൊല്ലപ്പള്ളിയിലെ 2 ആങ്ങളമാർക്കും മനുവേട്ടനും, പിന്നെ പപ്പയ്ക്ക്. എല്ലാം അറിയുന്നവർക്ക് എന്തിനാ കാലാവധി? അറിയാത്തവർക്ക് ഒരുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പം തന്നെ തന്നേക്കാം. ബാലചന്ദ്രമേനോൻ പോക്കറ്റിൽ കൈയിട്ട് ഒരു കുറിപ്പെടുത്ത് അലീനയുടെ നേർക്ക് നീട്ടി. അലീന കടലാസ് നിവർത്തി ഒന്ന് ഓടിച്ചു നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ കല്യാണമോ? നീ അനാഥയല്ലെന്നും കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെ ഒരു അംഗമാണെന്നും 4, 3, 7 പേർ മാത്രം അറിഞ്ഞാൽ പോരാ, അതൊരു കല്യാണം പോലെ സംഭവിക്കണം. എനിക്ക് വേണ്ടിയാണോ അച്ഛാ ഇതൊക്കെ? നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി കൂടിയാണ്. ജയന്തിക്ക് വേണ്ടിയാണ്, കൊല്ലപ്പള്ളിക്കാർക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയുമാണ്. അപ്പോൾ അലീന വീണ്ടും പറയുകയാണ്, എന്നെയും പപ്പയെയും ഒഴിവാക്കിയേക്കണേ അച്ഛാ. ഞങ്ങളോട് അല്പം ദയ കാണിക്കണം. ഇത് ഒരപേക്ഷയാണ്. നീ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഇതുവരെയും നഷ്ടപ്പെട്ട എല്ലാ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും തിരികെ കിട്ടും. നീ ആരെന്നറിയുമ്പോൾ നിന്നെ സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും ആൾക്കാരുമുണ്ടാവും. ആരൊക്കെ എന്ത് അംഗീകാരവും സ്ഥാനവും തന്നാലും ഞാൻ ശരിക്കും ആരാണെന്നറിഞ്ഞ ശേഷം അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും 1000-1 വില ആർക്കും തരാൻ പറ്റില്ല. ആ പദങ്ങൾക്ക് പിന്നിലെ അചഞ്ചലമായ ആത്മാർത്ഥത സ്ഫടികം പോലെ സുതാര്യവും വ്യക്തവുമായിരുന്നു. ബാലചന്ദ്രമേനോന്റെ മനസ്സ് നിറഞ്ഞ് കണ്ണിൽ ഓളം വെട്ടി. അയാൾ ഇടറുന്ന ഖണ്ഡത്തോടുകൂടി പറയുകയാണ്, നിന്നെ ആരെങ്കിലുമൊക്കെ പങ്കുവെച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ മാത്രം നിന്റെ ആരുമല്ലല്ലോ എന്നുള്ളത് ആരോടും പറയാതെ ഞാൻ അനുഭവിക്കുന്നൊരു വേദനയായിരുന്നു ഇതുവരെ. മനുഷ്യൻ സ്വാർത്ഥനല്ലേ മോളെ? എനിക്ക് അച്ഛനെ കിട്ടിക്കഴിഞ്ഞല്ലേ ബാക്കി എല്ലാവരെയും കിട്ടിയത്. ഓരോരുത്തരോടുമുള്ള സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലും വ്യത്യാസവും ഉണ്ടാവും. എന്നാലും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ബന്ധു അച്ഛൻ തന്നെയാണ്. ആ 1ാം സ്ഥാനത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാവില്ല അച്ഛാ. ബാലചന്ദ്രമേനോന് അത്രയും കേട്ടാൽ മാത്രം മതിയായിരുന്നു. കുളത്തുപുഴയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അലീന ബബിതയെ വിളിച്ച് ഇതുവരെയുണ്ടായ സംഭവങ്ങളെല്ലാം ധരിപ്പിച്ചു. അടുത്ത ഞായറാഴ്ചയോ? അലീന ചേച്ചി, അത് പെട്ടെന്നായി പോയില്ലേ? ബബിത അന്തം വിട്ട സ്വരത്തിലാണത് ചോദിച്ചത്. ഞാനും അച്ഛനോട് ചോദിച്ചു മോളെ. അച്ഛൻ അനുഭവിക്കുന്ന ടെൻഷൻ അച്ഛന് മാത്രമേ അറിയൂ. എത്രയും പെട്ടെന്ന് ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്ന് മാത്രമാണ് അച്ഛന്. അപ്പോൾ ഇനി 5 ദിവസത്തിനുള്ളിൽ അമ്മ അറിയും അലീന ചേച്ചി ആരാണെന്ന്, അല്ലേ? ചേച്ചി, അയ്യോ, എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. അച്ഛൻ തുറന്നുവിടുന്ന കൊടുങ്കാറ്റിനെ ആര് പിടിച്ചു കെട്ടുമെന്നോർത്തിട്ടാണ് എൻ്റെ പേടി. അലീന ചേച്ചി, ചേച്ചി കൊല്ലപ്പള്ളിയിൽ വിളിച്ച് ഡേറ്റ് പറഞ്ഞു. ഇല്ല, ഡേറ്റ് മാത്രമല്ല, ലിസ്റ്റും ഉണ്ട് മോളെ. മനുവേട്ടനോടും രോഹിയേട്ടനോടും വരാൻ പറയണ്ട ചേച്ചി. വേണം, അവരുടെ പേരും ഉണ്ട് ലിസ്റ്റിൽ. ചേച്ചി ഇന്ന് തിരിച്ചു പോകുമോ? ആ, ഞാൻ പോകാൻ റെഡിയായി നിൽക്കുക. പപ്പയാണെങ്കിൽ വല്ലാതെ ബോറടിച്ചു. ഇനി ഞാൻ കുളത്തുപുഴ ചെന്നിട്ട് നിന്നെ വിളിക്കാട്ടോ. അലീന ഫോൺ കട്ട് ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഗംഗാധരമേനോൻ ചെന്ന് ഫോൺ എടുത്തു. മറുവശത്ത് അലീനയായിരുന്നു. അടുത്ത ഞായറാഴ്ചയാണ് അച്ഛൻ പറഞ്ഞ ദിവസം.
ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുകയാണ്, കുറച്ചുകൂടി സാവകാശം കിട്ടില്ലേ മോളെ? ഞായറാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആ ശരി, ആരെയൊക്കെയാണ് വിളിച്ചു വരുത്തേണ്ടത്? ഒരു പേനയുണ്ടെങ്കിൽ എഴുതിയെടുത്താൽ നന്നായിരുന്നു, നീണ്ട ലിസ്റ്റാണ്. ഗംഗാധര മേനോൻ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ കടലാസും പേനയും തെരഞ്ഞുപിടിച്ചു. ശിവശങ്കര മേനോൻ യാത്രയ്ക്ക് തയ്യാറായി വന്നപ്പോഴേക്കും ഗംഗാധര മേനോൻ ലിസ്റ്റ് എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അനുജനെ കണ്ടുകൊണ്ട് ഗംഗാധര മേനോൻ പറയുകയാണ്, അലീന ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ യാത്ര മാറ്റിവെക്കേണ്ടി വരും. അടുത്ത ഞായറാഴ്ചയാണ് ബാലചന്ദ്രൻ യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് നീലഗിരിയിൽ പോയി വരാൻ സമയമില്ല. പക്ഷേ മാലതിയെ കൊണ്ടുവരികയും വേണം. ശിവശങ്കര മേനോൻ അന്തം വിട്ടു. ഇന്ന് നീലഗിരിക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. ജ്യേഷ്ഠനും അനുജനും കൂടി ഒന്നിച്ചു പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഹരി പോയി മാലതിയെ കൂട്ടിക്കൊണ്ടുവരട്ടെ അല്ലേ? ശിവശങ്കര മേനോൻ കഥയറിയാതെ ആട്ടം കാണുന്നവനെ പോലെ തലയാട്ടി. ഗംഗാധരൻ വീണ്ടും ചോദിക്കുകയാണ്, ജയന്തിയോട് പറയണ്ടേ? നേരത്തെ അറിയിച്ചില്ലെന്നൊരു പരാതി ഇനിയും പറഞ്ഞുകൊണ്ട് വരണ്ട. എല്ലാം പെട്ടെന്നായി പോയില്ലേ ഗംഗേട്ടാ? ആ, എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. നമ്മൾ രണ്ടുപേരുമായിരിക്കും ഏറ്റവും വലിയ വില്ലന്മാർ. ജയന്തി പോലും ശത്രുവായി തിരിയും നമുക്കെതിരെ. അതൊന്നും ഇനി ആലോചിക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം. ഗംഗാധര മേനോൻ മൊബൈൽ ഫോൺ എടുത്ത് വൈജയന്തിയുടെ നമ്പർ പ്രസ് ചെയ്തു. 2 ബെല്ലടിച്ചപ്പോഴേ വൈജയന്തിയെ കിട്ടി. എടി ഗംഗേട്ടനാ, നീ എവിടെയാ? ഞാൻ സ്റ്റാഫ് റൂമിലാണ്. ആ, ഞാൻ വിചാരിച്ചു നീ ക്ലാസ് എടുത്തോണ്ടിരിക്കുമായിരിക്കുമെന്ന്. ഇനി ഉച്ച കഴിഞ്ഞേ ഉള്ളൂ ഗംഗേട്ട ക്ലാസ്. ഒരു വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്. അടുത്ത ഞായറാഴ്ച കൊല്ലപ്പള്ളി തറവാട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. നീയും മക്കളും ഉണ്ടാവണം. മീറ്റിങ്ങോ എന്ന് വെച്ചാൽ? ചെറിയ രീതിയിൽ ഒരു കുടുംബയോഗം. കാര്യമെന്താ ഗംഗേട്ട? തറവാട് സംബന്ധിച്ച ചില കാര്യങ്ങൾ ആലോചിക്കുവാനും തീരുമാനിക്കുവാനുമുണ്ട്. നമ്മുടെ കൂട്ടരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്ര പെട്ടെന്നിങ്ങനെ ഒരു? ആ, പെട്ടെന്നാ തീരുമാനിച്ചത്. ഞാനും ശിവനും കൂടി ഇന്ന് നീലഗിരിക്ക് മടങ്ങാണ്ടിരുന്നതാ. അത് മാറ്റിവെച്ചു. മാലതിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത്രയ്ക്കെന്താ ഒരു അടിയന്തരാവസ്ഥ? അടിയന്തരാവസ്ഥ ഉണ്ട് ജയന്തി, അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്. പിന്നെ നീ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. ഞായറാഴ്ച കാലത്ത് 10 മണിക്ക്, ഓക്കെ? ഗംഗാധര മേനോൻ കോള് കട്ട് ചെയ്തു. എന്നിട്ട് ശിവശങ്കരനെ നോക്കി. അയാൾ ഒരു അത്യാഹിതം മുൻപിൽ കണ്ടിട്ടെന്ന പോലെ അധീരനായി കഴിഞ്ഞിരുന്നു. ഈ എപ്പിസോഡ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.